ഓക്കെ, വെൽക്കം ബാക്ക് ടു ഏണസ്റ്റ് അക്കാദമി. നമ്മൾ ഇന്ന് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സെഷനിൽ നിന്ന് എന്ന സെഷന്റെ റിവിഷൻ ക്ലാസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി ആൻസർ ചെയ്യാൻ ചെറിയ രീതിയിൽ ഇതിൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചെറിയ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കണ്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആർ ടേക്കൺ ഫ്രം ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദി ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു. സോ ഓപ്ഷൻ എ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓപ്ഷൻ ബി, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Option C, second law of thermodynamics. Option D, Kirchhoff law. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്, അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പറയേണ്ടത് എന്താണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സോ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതല്ലേ. ആക്ച്വലി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ വരുന്നത്, അല്ലെ? സോ എന്താണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഹീറ്റ് എപ്പോഴും എന്താ കോൾഡർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ട്രാവൽ ചെയ്യത്തില്ല. ഹോട്ടർ ബോഡിയിൽ നിന്ന് കോൾഡർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, അല്ലെ? അപ്പൊ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ഹീറ്റ് ഈ പറയുന്ന കോൾഡർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു വർക്ക് ആവശ്യമാണ്. ഓക്കെ, ഹീറ്റ് കനോട്ട് സ്പോണ്ടേനിയസ്ലി ഫ്ലോ ഫ്രം കോൾഡർ ബോഡി ടു ഹോട്ടർ ബോഡി വിത്തൗട്ട് എക്സ്റ്റേണൽ വർക്ക്. അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിനൊരു എക്സാമ്പിൾ ആണ് റെഫ്രിജറേറ്ററിൽ നടക്കുന്ന പരിപാടി. ഓക്കെ, റെഫ്രിജറേറ്ററിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഹീറ്റ് ഒരു സ്പേസിൽ നിന്ന് വലിച്ചെടുത്തിട്ട്, ഒരു ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വലിച്ചെടുത്തിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് കൊടുക്കണം, അല്ലെ? റിജക്ട് ചെയ്യണം. ഫ്രീസർ എന്ന് പറയുന്ന ഏരിയ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് കോൾഡർ ബോഡിയാണ്, ടെമ്പറേച്ചർ കുറഞ്ഞ ഏരിയ ആണ്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഹോട്ടർ ആയിട്ടുള്ള ബോഡിയാണ്. സോ നമ്മൾ ഈ കോൾഡർ ബോഡി അഥവാ ഇവാപ്പറേറ്ററിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് കൊടുക്കാൻ വേണ്ടി, ഹീറ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു കംപ്രസർ ഉപയോഗിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റിനെ എന്താക്കാൻ പറ്റത്തില്ല? വർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിന്റെ ഉപയോഗം എന്താ? ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ വർക്കായിട്ട് മാറ്റുന്ന ഡിവൈസ് ആണ്. സോ നമ്മളൊരു ഹീറ്റ് എഞ്ചിനിലേക്ക് നമ്മൾ എന്താണ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. ഈ കംപ്ലീറ്റ് Q1 എമൗണ്ട് ഓഫ് ഹീറ്റിന്റെ യൂണിറ്റ് എന്താ? ജൂൾസ് ആണ്. അത് നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഹീറ്റിനെ അത്രയും തന്നെ വർക്കായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂൾ തന്നെയാണ്. കുറച്ച് ഹീറ്റ് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് റിജക്ട് ചെയ്ത് കളയേണ്ടി വരും. ഓക്കെ, അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഹീറ്റ് എഞ്ചിൻ ദാറ്റ് ഓപ്പറേറ്റ് ഇൻ എ സൈക്ലിക് പ്രോസസ് ആൻഡ് കൺവേർട്സ് ഓൾ ദി അബ്സോർബ്ഡ് ഹീറ്റ് ഇൻ ടു വർക്ക്. അബ്സോർബ് ചെയ്യുന്ന എല്ലാ ഹീറ്റിനെയും വർക്കാക്കി മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻ എ കാർ എഞ്ചിൻ നോട്ട് ഓൾ ദി ഹീറ്റ് എനർജി ഫ്രം ദി ഫ്യൂവൽ കമ്പസ്റ്റൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ വർക്ക്. അല്ലെ, ഒരു കാറിന്റെ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവലിന്റെ കംപ്ലീറ്റ് എനർജി നമുക്ക് എക്സ്റ്റേണൽ വർക്കായിട്ട് വീല് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ എക്സോസ്റ്റ് ഗ്യാസ് വഴി ഹീറ്റ് രൂപത്തിൽ പോകും.
അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. സോ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് കേട്ടോ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യും? ടെമ്പറേച്ചർ മെഷർമെന്റ്. ടെമ്പറേച്ചർ മെഷർമെന്റ് എന്തിന്റെ ബേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മെഷർമെന്റ് ഏത് ലോയുടെ ബേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ കേട്ടോ. സോറി, ഫസ്റ്റ് ലോ അല്ല, സീറോത്ത് ലോ. ഓക്കെ, ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ്. സോ ടെമ്പറേച്ചർ മെഷർമെന്റ് സീറോത്ത് ലോയുടെ ബേസിലാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദി ബേസിക് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഈസ് കോൾഡ്. ഹീറ്റ് കണ്ടക്ഷൻ, കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിലുള്ള ബേസിക് ലോ ഏതാണ്? ഓപ്ഷൻ എ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ഓപ്ഷൻ ബി കിർച്ചോഫ് ലോ, ഓപ്ഷൻ സി ഫോറിയർ ലോ, ഓപ്ഷൻ ഡി സ്റ്റെഫാൻസ് ലോ. ബേസിക് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് കണ്ടക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ഫോറിയർ ലോ ആണ് അല്ലെ? ഫോറിയർ ലോ. സോ എന്താണ് ഫോറിയർ ലോ? ഫോറിയർ ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിയർ ലോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു സ്ലാബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്ലാബ്, അതിന്റെ ഒരു എൻഡിലുള്ള ടെമ്പറേച്ചർ T1 ആണ്, മറ്റേ എൻഡിലുള്ള ടെമ്പറേച്ചർ T2 ആണെന്ന് വിചാരിക്കുക. സോ ഇവിടുത്തെ ടെമ്പറേച്ചർ T1ന്റെ വാല്യൂ T2നേക്കാൾ വലുതാന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് dx ആണെന്ന് വിചാരിക്കുക. ഓക്കെ, dx ആണ്. ദെൻ ഈ ക്രോസ് സെക്ഷൻ ഏരിയ A ആണ്. ഹീറ്റ് ട്രാവൽ ചെയ്യുന്ന ക്രോസ് സെക്ഷൻ ഏരിയ A ആണ്. സോ ഇവിടെ ഹയർ ടെമ്പറേച്ചർ ആണ്, ഇവിടെ ലോവർ ടെമ്പറേച്ചർ ആണ് എന്നതുകൊണ്ട് ഹീറ്റ് എന്ത് ചെയ്യും? ഇവിടുന്ന് ഈ അക്രോസ് ദി dx ട്രാവൽ ചെയ്തിട്ട് ഈ സർഫസിലൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് ഹീറ്റ് ട്രാവൽ ചെയ്ത് പോകും അല്ലെ? സോ ഈ ട്രാവൽ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്, അതാണ് നമ്മുടെ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പറയുന്നത്. ഒരു പ്ലെയിൻ സ്ലാബിക്കോടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ടിന്റെ ലോ ആണ്. ഹീറ്റിന്റെ എമൗണ്ട് എത്രയാന്നുള്ളതാണ് എന്ത്? ഈ ഫോറിയർ ലോ പറയുന്നത്. സോ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ഡോട്ട് അതാണ് ഫോറിയർ ലോ തരുന്നത്. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് യൂണിറ്റ് ടൈമിൽ എന്തുമാത്രം ഹീറ്റ് ട്രാവൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. സോ ഫോറിയർ ലോയിൽ നമ്മൾ ക്യൂ ഡോട്ട് കണ്ടുപിടിക്കണേ. ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? dq/dt ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം, dq/dt. അപ്പൊ dq/dt എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്ത് വരും? dq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ. അതിന്റെ യൂണിറ്റ് എന്താ? ജൂൾസ് ആണ്. dt യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്, ചേഞ്ച് ഇൻ ടൈം. സോ ജൂൾസ് പെർ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യും? വാട്ട്സ് എന്ന് വിളിക്കും. സോ ക്യൂ ഡോട്ടിന്റെ യൂണിറ്റ് വാട്ട്സ് ആണെന്നുള്ള ഓർത്തിരുന്നോളൂ, അല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ് ആണ്. ആ സമയത്ത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഉണ്ട് അവിടെ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് എന്ത്? കൺവെക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ അല്ലെ? കണ്ടക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ആണ്. കൺവെക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ഇറ്റ് ഗവേൺസ് ദി കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഡിയേഷനെ ഗവേൺ ചെയ്യുന്ന ലോ ആയിരിക്കും? റേഡിയേഷൻ അത് നമ്മുടെ സ്റ്റെഫാൻ ബോൾസ്മാൻസ് ലോ ആണ്. റേഡിയേഷന് നമ്മുടെ സ്റ്റെഫാൻ ബോൾസ്മാൻസ് ലോ ആണ് ഗവേൺ ചെയ്യുന്നത്. ഓക്കെ, ബേസിക് ലോ സ്റ്റെഫാൻ ബോൾസ്മാൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്യൂ ഡോട്ട് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? Q is equal to HA∆T എന്ന് എടുക്കണം. HA∆T അല്ലെ? അപ്പൊ ഇവിടെ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്താ? അതും ഈ പറയുന്ന ഇത് തന്നെയാണ് കേട്ടോ, ക്യൂ ഡോട്ട് തന്നെയാണ്. ഓക്കെ, സോ Q dot is equal to minus K into A into dt/dx. ഇതാണ് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. മൈനസ് K into A into dt/dx. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മൈനസ് K into A into dt/dx ആണ്. ഇവിടെ K എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഈ ഏരിയ ആണ്. dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ T1 ഉം T2 തമ്മിലുള്ള ഡിഫറൻസ് ആണ്. dx എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഈ രണ്ട് സർഫസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ അത്രയാണ് ഫോറിയർ ലോ ഉള്ളത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇതിന്റെ അസംഷൻസ്. ഈ ഫോറിയർ ലോന്റെ അസംഷൻസ് ഏതൊക്കെയാന്ന് പഠിക്കണം. സോ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അസംഷൻസ് ഇമ്പോർട്ടന്റ് ആണ്.
ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ഫൊറിയർ ലോ എന്താന്ന് പറഞ്ഞു, എന്താണ്? കണ്ടക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ ആണ്. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ ആണ്. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ക്യൂ ഡോട്ട്. ചിലപ്പോ അതിനെ ക്യൂ എന്ന് വിളിക്കും കേട്ടോ. ചില ടെക്സ്റ്റിൽ ക്യൂ എന്നായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ആക്ച്വലി എന്താന്ന് ഓർത്തോളണം, ഇതിന് യൂണിറ്റ് വാട്ട്സ് ആണെന്ന് ഓർത്തിരുന്നോളണം കേട്ടോ, ജൂളല്ല. ഹീറ്റിന്റെ യൂണിറ്റ് ജൂളാണ്. നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, അതുകൊണ്ട് വാട്ടാണ്. അത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? ടെമ്പറേച്ചർ ഡിഫറൻസിനോട് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിന്റെ ടെമ്പറേച്ചർ, ടി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ആ സർഫസിൽ ഇരിക്കുന്ന ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ. സംഭവം ഒന്നല്ല, എന്താണ്? ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഏതൊരു ഫ്ലൂയിഡ്, ഒരു എയർ, ഒരു സർഫസ് ഇരിക്കാന്ന് വിചാരിക്കാം. അതിന്റെ ടെമ്പറേച്ചർ ടി എസ് ആണ്, ഒരു ഹയർ ടെമ്പറേച്ചർ ആണ്. അത് ഇരിക്കുന്ന ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ടി ഇൻഫിനിറ്റി ആണ്. ടി ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ടി എസിനേക്കാൾ ചെറുതാണെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ഈ സർഫസിൽ നിന്ന് എന്ത് ചെയ്യും? ഹീറ്റ് ട്രാവൽ ചെയ്ത് പോകും ഈ ഫ്ലൂയിഡിലേക്ക്. ഒരു സോളിഡ് ആയിട്ടുള്ള സർഫസിൽ നിന്ന് ഒരു ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ട്രാവൽ ചെയ്ത് പോകുന്നതിന് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയും, അല്ലെ? സോ ആ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ ആണ് Q = H × A × Ts - T ഇൻഫിനിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഫൊറിയർ ലോ പറഞ്ഞു. ഫൊറിയർ ലോയിൽ നമ്മൾ K ആണ് കണ്ടത്. K എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റിയാ. തെർമൽ കണ്ടക്ടിവിറ്റി. എന്നാൽ ഇവിടെ എന്താണ്? പകരം H എന്നാണ് നമ്മൾ എഴുതുന്നത്. H എന്ന് പറഞ്ഞാൽ എന്താ? H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, അല്ലെ? കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഇനി നോക്കിയേ, ഇതിന്റെ തമ്മിലെ യൂണിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഈ കെയുടെ യൂണിറ്റ് എന്താ നോക്കിയേ? കെയുടെ യൂണിറ്റ് അതിനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ Q ഡോട്ട് ഈസ് ഇക്വൽ ടു K × A × dt/dx നമുക്ക് ന്യൂമറിക്കൽ എഴുതാൻ പറ്റും. നെഗറ്റീവ് സൈൻ കളയാണ്. ഇനി ഇതിൽ നമ്മൾ കെയുടെ ഇക്വേഷൻ എഴുതാം. K = എന്താണ്? Q ഡോട്ട് ഇൻറ്റു dx ഡിവൈഡഡ് ബൈ A × dt എന്ന് വന്നേക്കാം, അല്ലെ? ശരിയല്ലേ? ഇനി ഇതിന്റെ ഓരോന്നിന്റെ യൂണിറ്റ് നോക്കിയാൽ Q ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല യൂണിറ്റ് വാട്ട്സാ, അല്ലെ? വാട്ട്സ്. dxന്റെ യൂണിറ്റ് എന്താ? സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ. എയറുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ യൂണിറ്റ് കെൽവിൻ. സോ മീറ്റർ സ്ക്വയർ എന്തായി? വെട്ടിപ്പോയി. അപ്പൊ എന്ത് വന്നു? വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ എന്ന് ആൻസർ വന്നു. സോ വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണ് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മുടെ എച്ചിന്റെ യൂണിറ്റ് എന്താണ്? എച്ചിന്റെ ഇക്വേഷൻ ചെയ്തേക്ക് H = Q ഡിവൈഡഡ് ബൈ A × Ts - T ഇൻഫിനിറ്റി, അല്ലെ? സോ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ ഡിഫറൻസ് കെൽവിൻ ആണ്. സോ എച്ചിന്റെ യൂണിറ്റ് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണ്. ഇത് മാറിപ്പോയത്, ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കെയുടെ യൂണിറ്റ് വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണ്, എച്ചിന്റെ യൂണിറ്റ് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണ്. ഇതാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. സോ അത് ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ട് പഠിക്കണം ഈ ഡിഫറൻസ്, എച്ചും കെയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ആ ഓപ്ഷനിലുള്ള മൂന്നാമത്തെ ഒരു ലോ ആണ് കിർച്ചോഫ് ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഈ കണ്ടക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ ആണെന്ന് വെച്ചിരിക്കുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അതെന്താ ഞാൻ ഇപ്പൊ പറഞ്ഞത്. കിർച്ചോഫ് ലോ, ഫൊറിയർ ലോ, സ്റ്റെഫാൻസ് ലോ. സോ കിർച്ചോഫ് ലോ എന്താ പറയുന്നത്? കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോ ആണ്. സോ കിർച്ചോഫ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എമിസിവിറ്റി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു അബ്സോർപ്റ്റിവിറ്റി, അല്ലെ? എമിസിവിറ്റി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണൽ അല്ല, ഈസ് ഈക്വൽ ടു. എമിസിവിറ്റി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു അബ്സോർപ്റ്റിവിറ്റി. ഓക്കെ, എപ്പോഴാണ്? വെൻ ദി ബോഡി റിമെയിൻസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ദി സറൗണ്ടിങ്. ഒരു ബോഡി അതിന്റെ സറൗണ്ടിങ്ങുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ, സറൗണ്ടിങ്ങുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സറൗണ്ടിങ്ങുമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നില്ല. അതും ആ ബോഡിയും അതിന്റെ സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാന്നല്ല, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ കേട്ടോ, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അതായത് ഇത് അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു ബോഡി കുറച്ച് ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുന്നു, കുറച്ച് ഹീറ്റും കൂടി വാങ്ങിക്കുന്നു. അപ്പൊ കൊടുക്കുന്ന ഹീറ്റും
വാങ്ങിക്കുന്ന ഹീറ്റിന്റെ എമൗണ്ടും സെയിം ആണെങ്കിൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്തായി? 0 ആയി. സോ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ബോഡി തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, സറൗണ്ടിങ്ങുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ ബോഡിയുടെ എമിസിവിറ്റിയും ആ ബോഡിയുടെ അബ്സോർപ്റ്റിവിറ്റിയും ഈക്വൽ ആയിരിക്കും. അതാണ് കിർച്ചോഫ് ലോ പറയുന്നത് അല്ലെ. കിർച്ചോഫ് ലോ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കിർച്ചോഫ് ലോ അല്ലെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? റേഷ്യോ ഓഫ് എമിസീവ് പവർ. എമിസീവ് പവറിനെ അബ്സോർപ്റ്റിവിറ്റി വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും അല്ലെ. ആ കോൺസ്റ്റന്റ് എന്തായിരിക്കും? എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി ആയിരിക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കിർച്ചോഫ് ലോക്ക് കേട്ടോ. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എമിസീവ് പവർ, റേഷ്യോ ഓഫ് എമിസീവ് പവർ ടു അബ്സോർപ്റ്റിവിറ്റി ഓഫ് എ ബോഡി ഈസ് എ കോൺസ്റ്റന്റ്. അതും കിർച്ചോഫ് ലോ ആണ്. ആ കോൺസ്റ്റന്റ് എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ആയിരിക്കും. ഓക്കെ. സോ ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് കിർച്ചോഫ് ലോക്ക് ഉള്ളത്. അപ്പൊ ഈ 2 ഇക്വേഷനും ഈ സ്റ്റേറ്റ്മെന്റും പഠിച്ചോളണം. ഓക്കെ. എമിസിവിറ്റിയും അബ്സോർപ്റ്റിവിറ്റിയും എന്താണ്? ഒരു ബോഡിയുടെ ഈക്വൽ ആണ്. ഒരു ബോഡിയുടെ അബ്സോർപ്റ്റിവിറ്റിയുടെ വാല്യൂ 0.5 ആണ് എങ്കിൽ അതിന്റെ എമിസിവിറ്റി എന്തായിരിക്കും? 0.5 ആയിരിക്കും. ഓക്കെ. സോ അത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദി തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ്. തെർമൽ കണ്ടക്ടിവിറ്റിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ, ഓപ്ഷൻ ബി വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ, ഓപ്ഷൻ സി വാട്ട്സ് പെർ HMK, വാട്ട്സ് പെർ H സ്ക്വയർ M സ്ക്വയർ K. സോ തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ കെയുടെ യൂണിറ്റ് എന്താ പറഞ്ഞു? വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണ്. വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോയിഫിഷ്യന്റ് ഓഫ് ദി കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ് ആണ് അല്ലെ. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ്, അതിന്റെ യൂണിറ്റ് ആണ് എന്ത്? വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ എന്ന് പറയുന്നത്. വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണ് തെർമൽ കണ്ടക്ടിവിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എ കോമ്പോസിറ്റ് വാൾ ഓഫ് എ ഫർണസ് ഹാസ് 2 ലെയർ ഓഫ് ഈക്വൽ തിക്നെസ്. അതായത് ഇപ്പൊ ഒരു ഫർണസിന്റെ വാള് അതൊരു കോമ്പോസിറ്റ് വാളാന്ന് പറഞ്ഞേക്കാം. കോമ്പോസിറ്റ് വാൾ. കോമ്പോസിറ്റ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാള്. അപ്പൊ ആ കോമ്പോസിറ്റ് വാളിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 ലെയർ ഉണ്ട്. 2 ലെയറിന്റെ തിക്നെസ് സെയിം ആണെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ ഇപ്പൊ ഇതിന്റെ ലെങ്ത് എല്ലാം എടുക്കുകയാണ്. അപ്പൊ രണ്ടിന്റെ ലെങ്ത് എന്താണ്? എല്ലാണ്. രണ്ടിന്റെ തിക്നെസ് സെയിം ആണ് കേട്ടോ. ഹാവിംഗ് തെർമൽ കണ്ടക്ടിവിറ്റീസ് ഇൻ ദി റേഷ്യോ 3:2. ഒന്നാമത്തേന്റെയും രണ്ടാമത്തേന്റെയും തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ റേഷ്യോ 3:2 ആ. അതായത് ഒന്നാമത്തെ തെർമൽ കണ്ടക്ടിവിറ്റി 3K ആണെങ്കിൽ രണ്ടാമത്തെ 2K ആണ് അല്ല. ഇങ്ങനെ റേഷ്യോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, 3Kയും 2Kയും. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ഡ്രോപ്പ് അക്രോസ് 2 ലെയേഴ്സ്? അതായത് ഇത് കോമ്പോസിറ്റ് വാളാണല്ലോ. അപ്പോ സപ്പോസ് ഫർണസിന്റെ ഇന്നർ സൈഡ് ഇവിടെയാന്ന് വിചാരിക്കാം. ഇത് ഹോട്ട് ആയിട്ടുള്ള ഏരിയ എന്ന് വിചാരിക്കാം. ഓക്കെ. ഇവിടെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് സൈഡ് ഉള്ളത്. എയർ ഇവിടെയാന്ന് വിചാരിക്കാം, അറ്റ്മോസ്ഫിയറിക് എയർ. ഓക്കെ. സോ ഇവിടുത്തെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും അല്ലെ. ഇവിടുത്തെ ടെമ്പറേച്ചർ ലോ ആയിരിക്കും. ഇവിടുത്തെ ടെമ്പറേച്ചർ അതിനേക്കാളും ലോ ആയിരിക്കും. സോ എന്താണ്, ഈ ഫസ്റ്റ് ലെയറിന് അക്രോസ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാവും. അതുപോലെ രണ്ടാമത്തെ ലെയറിന് അക്രോസ് ആയിട്ട് വേറൊരു ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാവും. ഇത് ഒറ്റ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കില്ല, കാരണം ഇത് രണ്ട് മെറ്റീരിയലാണ്. ഈ കോമ്പോസിറ്റുകൾ 2 മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇവിടെ ഒന്നുകൂടി നന്നായിട്ട് ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ റേഷ്യോ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റീസ് 3:2 എന്ന് പറഞ്ഞേക്കുവാണ്. രണ്ടിന്റെ ലെങ്ത് സെയിം ആന്ന് പറഞ്ഞേക്കുവാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആയിരിക്കുമല്ലോ, കാരണം ഒരേ ഫർണസാ. അപ്പൊ അതിന്റെ ഈ ഏരിയ അതും സെയിം ആയിരിക്കും. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. തിക്നെസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ഡ്രോപ്പ് അക്രോസ് 2 ലെയേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് 3-4 തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആരൊന്നും അല്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ. 3:2 ആണ് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ള റേഷ്യോ എങ്കിൽ നേരെ ഓപ്പോസിറ്റ് 2:3 ആയിരിക്കും എന്ത് നമ്മുടെ ടെമ്പറേച്ചർ ഡ്രോപ്പിന്റെ റേഷ്യോ. അതായത് ഒന്നാമത്തെ ആ വാളില് 2 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയെങ്കിൽ രണ്ടാമത്തെ ആ അത്രയും തിക്നെസ്സിൽ 3 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. സോ അതാണ് എന്ത് നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾ എക്സാമിന് കണ്ടു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 3:2 ഉണ്ടോ നേരെ, അതായത് തന്നിരിക്കുന്ന റേഷ്യോ എത്രയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്
ആൻസർ ആയിട്ട് കുത്തേണ്ടത് കേട്ടോ. സോ ഇത് എങ്ങനെ വന്നതെന്ന് പറയാൻ പോവാണ്. ടെമ്പറേച്ചർ ഡ്രോപ്പ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമുക്കറിയാം ഇവിടുന്ന് വരുന്ന ഹീറ്റ്, ഇപ്പൊ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇത് കൂടെ ഇങ്ങോട്ട് കയറുമെന്ന് വിചാരിക്കാം. ഈ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇതിലൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും, ഇതിലൂടെ ഇറങ്ങിപ്പോകും. ഓക്കെ, സോ അക്രോസ് ദീസ് ലെയർ, ഈ രണ്ട് ലെയറിൽ കൂടെയും ട്രാവൽ ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ക്യൂ ആ. നമുക്കറിയാം ഒരു വാളിക്കൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ തരുന്നത് ആരാ, നമ്മുടെ ഫോറിയർ ലോ ആണ്. സോ അക്കോർഡിംഗ് ടു ദി ഫോറിയർ ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ നമ്മൾ ഫസ്റ്റ് ലെയറിൽ കൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഏതാണ്, എങ്ങനെയാണ്, മൈനസ് കെ. കെയുടെ വാല്യൂ എന്താ, ഒന്നാമത്തെ ആ ലെയറിലുള്ള കെയുടെ വാല്യൂ എന്താ, 3K. അപ്പൊ മൈനസ് 3K അല്ലെ, 3K എന്നാണ് ഒന്നാമത്തെ ആ ലെയറിന്റെ കണ്ടക്ടിവിറ്റിന്റെ വാല്യൂ. മൈനസ് 3K ഇൻറ്റു, ഇപ്പൊ കെയുടെ വാല്യൂ സ്ഥാനത്ത് നമ്മൾ 3K നിർത്തും, ഏരിയ ഇൻറ്റു ഈ ഒന്നാമത്തെ ലെയറിലുള്ള ഫസ്റ്റ് ലെയറിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഞാൻ ഡെൽറ്റ T1 എടുക്കുക, ഡെൽറ്റ T1. ഓക്കെ, മൈനസ് കെ എ ഡെൽറ്റ ടി ബൈ ഒന്നാമത്തെ ലെയറിന്റെ തിക്നെസ്, ഒന്നാമത്തെ രണ്ടാമത്തെ ലെയറിന്റെ തിക്നെസ് സെയിം ആണല്ലോ. അപ്പൊ ഞാൻ രണ്ടിന്റെ തിക്നെസ് എൽ എടുക്കുവാണ്, ഈക്വൽ ടു മൈനസ് 2K ഇൻറ്റു രണ്ടാമത്തെ ലെയറിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു രണ്ടാമത്തെ ലെയറിന്റെ ഏരിയ ഇൻറ്റു രണ്ടാമത്തെ ലെയറിന് അക്രോസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ലെയറിന്റെ തിക്നെസ്. അല്ലെ, ഇവിടെ ഒരേപോലുള്ള സാധനങ്ങൾ വെട്ടിക്കളയാണ്, കെ എ അല്ലെ എൽ, കെ എ എൽ എല്ലാം വെട്ടിപ്പോയി, മൈനസും വെട്ടിപ്പോയി. അപ്പൊ എന്താണ് 3 ഇൻറ്റു ഡെൽറ്റ T1, ഒന്നാമത്തെ ഡെൽറ്റ T1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആ വാളിലുള്ള ടെമ്പറേച്ചർ ഡ്രോപ്പ്, അത് ഇൻറ്റു 3 ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ T2 അല്ലെ, ശരിയല്ലേ. ഇനി നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ, ടെമ്പറേച്ചർ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ഡ്രോപ്പ് അക്രോസ് 2 ലെയേഴ്സ്. അതെന്നെ കണ്ടുപിടിക്കണേ, ഒന്നാമത്തെ ലെയറിലുള്ള ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡെൽറ്റ T1 ആണ്. ഇപ്പൊ ഡെൽറ്റ T2 അപ്പുറം സൈഡിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഡെൽറ്റ T1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T2 അല്ല കണ്ടുപിടിക്കണ്ടേ, ഈക്വൽ ടു എന്ത് വരും, 2/3 എന്ന് വരും അല്ലെ. സോ ഇവിടെ 2/3 ആണ് അവിടെ റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ എഴുതുവാണെങ്കിൽ 2:3 എന്ന് എഴുതാൻ പറ്റും. സോ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ഡ്രോപ്പ് അക്രോസ് ദി ഫസ്റ്റ് ലെയർ ടു ടെമ്പറേച്ചർ ഡ്രോപ്പ് അക്രോസ് ദി സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ 2:3 ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കും, ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായിട്ടും പഠിച്ചോളണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫോളോവിങ് ആർ ദി അസംഷൻസ് ഫോർ ദി ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. സോറി, ക്വസ്റ്റ്യൻ അല്ലാട്ടത്, ഇത് ആക്ച്വലി അസംഷൻസിന്റെ സ്ലൈഡ് ആണ്. അപ്പൊ അസംഷൻസ്, ഫോറിയർ ലോന്റെ അസംഷൻസ് പഠിച്ചോളണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് പല രീതിയിൽ ചോദിക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ അസംഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് 2-3 തവണ ചോദിച്ചിട്ടുണ്ട്, കേരള PSC ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. So what are the assumptions in Fourier law of conduction? The thermal conductivity of the material is constant throughout the material. അതാണ് ഫസ്റ്റ് അസംഷൻ. തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ കെയുടെ വാല്യൂ ആ മെറ്റീരിയലിന്റെ എല്ലാ ഭാഗത്തും കോൺസ്റ്റന്റ് ആണ്, ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ ആണ് there is no internal heat generation. ഒരു മെറ്റീരിയലിന്റെ അകത്ത് വേറൊരു ഹീറ്റ് ജനറേഷൻ ഉണ്ടാവുന്നില്ല. ഹീറ്റ് പുറത്തുനിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് അത് കൂടെ കയറി പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അതല്ലാതെ ഇവിടെ ഒരു ഇന്റേണലി ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. അതാണ് സെക്കൻഡ് അസംഷൻ. മൂന്നാമത്തെ എന്താ, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഈസ് കൺസിഡേർഡ് കോൺസ്റ്റന്റ്. അതായത് ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു വാൾ എടുത്തു എന്ന് വിചാരിക്കാം, അപ്പൊ ആ വാളിന്റെ ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണെന്ന് വിചാരിക്കാം, T1. ഇവിടുത്തെ ടെമ്പറേച്ചർ T2 എന്ന് വിചാരിക്കാം, T2. സോ ഈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ നമ്മുടെ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ എൽ എന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മളൊരു ചെറിയൊരു ഡിസ്റ്റൻസ് എടുത്തു വിചാരിക്കാം, DX. ഒരു DX ഡിസ്റ്റൻസ് ഇവിടെ എടുത്തു വിചാരിക്കാം, ഇത്രയും ഡിസ്റ്റൻസ്. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് ഉള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണ്. സോ ഇവിടുത്തെ ടെമ്പറേച്ചർ ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ, ഈ പോലെ ടെമ്പറേച്ചർ, ഇതാണ് ഫൈനൽ ടെമ്പറേച്ചർ. സോ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് അതാണ് എന്ത്, DT ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ്, അതാണ് എന്ത്, DX. അതാണ് എന്ത് പറയുന്ന ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഞാൻ അടുത്തൊരു പോയിന്റ് എടുത്തു, ഒരു ചെറിയ ഡിസ്റ്റൻസ് എടുത്തു, DX അല്ലെങ്കിൽ DY എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തു, അല്ലെങ്കിൽ
ഡി എക്സ് തന്നെ എടുത്തോ, വേറൊരു പോയിന്റിൽ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഡി എക്സ് ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, then അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഡി ടി. അപ്പൊ അവിടുത്തെ ഡി ടി ബൈ ഡി എക്സ്, അപ്പൊ ഒന്നാമത്തെ പോയിന്റിലെ ഡി ടി ബൈ ഡി എക്സും രണ്ടാമത്തെ പോയിന്റിലെ ഡി ടി ബൈ ഡി എക്സും സെയിം ആണെങ്കിൽ എന്താ, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എപ്പോഴും സെയിം ആണെന്ന് പറയാൻ പറ്റും. അതായത് ഈ പറയുന്ന ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, അതാണ് ഫോറിയർ ലോന്റെ അടുത്ത അസംഷൻ. ദി ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഈസ് കോൺസ്റ്റന്റ് ഈസ് കൺസിഡേർഡ് ആസ് കോൺസ്റ്റന്റ്. ഓക്കെ, then അടുത്താണ് ഹീറ്റ് ഫ്ലോ ഈസ് യൂണി ഡയറക്ഷൻ. ഹീറ്റ് ഫ്ലോ വൺ ഡയറക്ഷനിലാണ്, വൺ ഡി ഹീറ്റ് ഫ്ലോ ആണ്. ഹീറ്റ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിനടുത്തത് ടേക്ക് ബൈ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. അതായത് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലൂയിഡ് മെക്കാനിക്സിലും അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ്, ടൈമിനനുസരിച്ച് മാറുന്നില്ല എന്നുള്ളതാണ് സ്റ്റഡി സ്റ്റേറ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഓക്കെ, സ്റ്റഡി മീൻസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. സ്റ്റഡിയിൽ ഒരു ടി ഉണ്ടെന്ന് ഓർത്തിരുന്നാൽ മതി. സോ സ്റ്റഡി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അപ്പൊ ഇത് ഈ ഹീറ്റ് ഫ്ലോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാവൽഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല, അത് എപ്പോഴും സെയിം ആണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തപ്പോൾ. സർഫസ് ആർ ഐസോതെർമൽ. എന്താ ഈ ഐസോതെർമൽ എന്ന് മീൻ ചെയ്യുന്നത്? ഈ രണ്ട് സർഫസ് ഉണ്ടല്ലോ, ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ചെയ്യുന്ന രണ്ട് സർഫസ്. ഇങ്ങനെ ഒരു സ്ലാബ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇവിടെ ഒരു സർഫസ് ഉണ്ട്, അതിന്റെ ടെമ്പറേച്ചർ T1 ആണ്. ഇവിടെ ഒരു സർഫസ് ഉണ്ട്, അതിന്റെ ടെമ്പറേച്ചർ T2. സോ ഈ സർഫസിലെ എല്ലാ ഭാഗത്തും ടെമ്പറേച്ചർ T1 ആണ്, ഈ സർഫസിലെ എല്ലാ ഭാഗത്തും ടെമ്പറേച്ചർ T2 ആണ്. അതാണ് ഐസോതെർമൽ എന്ന് പറയാൻ കാരണം. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ദി ഫോറിയർ ലോന്റെ അസംഷൻസ്. ഇത് പലപ്പോഴും ചോദിക്കും, ഇത് കാണാതെ പിടിച്ചോളാം. ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? തന്നിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്ന് പറയും? വായിച്ചു നോക്കിയേ. ഓപ്ഷൻ എ, ദി ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു കൺവെക്ഷൻ. ലിക്വിഡിലും ഗ്യാസസിലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് കൺവെക്ഷൻ വഴിയാണ്. ശരിയല്ലേ? കൺവെക്ഷന്റെ ഡെഫിനിഷൻ തന്നെ അതാ. എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ലിക്വിഡ്സ്, ബിറ്റ്വീൻ എ ലിക്വിഡ് ആൻഡ് എ സോളിഡ്, ഓർ എ ബിറ്റ്വീൻ എ സോളിഡ് ആൻഡ് എ ഗ്യാസ്. ഓക്കെ, ഇതിനെ നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. സോ കൺവെക്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡിലും ഗ്യാസിലും നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ശരിയാണത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളതിനെ അതിലൂടെ ട്രാവൽ ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ശരിയല്ലേ? കാരണം ഒരു സോളിഡ് ബോഡി എടുത്തു കഴിഞ്ഞാൽ ആ സോളിഡ് ബോഡിയിൽ കൂടെ എന്ത് ചെയ്യും? ധാരാളം എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാവൽ ചെയ്യും. ആ സമയത്ത് ഒരു ഗ്യാസ് ആണെങ്കിൽ ആ ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. കാരണം ഹീറ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി, ദി തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സോളിഡ് മെറ്റൽ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ് മെറ്റൽസ് ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. സോളിഡ് മെറ്റൽസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് തെറ്റായിട്ടൊരു ആൻസർ ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് തെറ്റ്. ആക്ച്വലി എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ് മെറ്റൽസ് അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ്സ് എന്താണ്? ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ് അല്ലെ? ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ചിട്ട് തെർമൽ കണ്ടക്ടിവിറ്റി കുറയും. സോറി, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി കുറയും. സോ ഓപ്ഷൻ സി ആണ് റോങ്. സോ ഏതാണ് റോങ് ആൻസർ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി എന്ന് വായിച്ചാൽ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് നോട്ട് ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. ശരിയല്ലേ? രണ്ടും രണ്ട് സാധനമാണ്. ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസും അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനമാണ്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ് മെറ്റൽ ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. അതാണ് സോളിഡ്സിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് കുറയാണ് ചെയ്യുക. ഇനി നമുക്ക് ഈ വേരിയേഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി അതിനൊക്കെ വരുന്നത് നോക്കാം. ഈ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, നോക്കാം. സോ ഓരോ മെറ്റലിനും അല്ലെങ്കിൽ ഓരോ സോളിഡ്സിനും ലിക്വിഡ്സിനും ഗ്യാസസിനും ഓരോ രീതിയിലാണ് തെർമൽ കണ്ടക്ടിവിറ്റി വേരി ചെയ്യുന്നത്. ഓക്കെ, ഈ ഹീറ്റ് ട്രാവൽ ചെയ്യുന്നത്
അല്ലെങ്കിൽ കണ്ടക്ഷൻ നടക്കുന്നത് രണ്ട് രീതിയിലാണ് ബേസിക്കലി. രണ്ട് രീതിയിലാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഒന്ന് നമ്മുടെ ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് വഴി. ഫ്രീ ഇലക്ട്രോൺ, അതായത് ഒരു മെറ്റലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഹീറ്റ് കണ്ടക്ഷൻ നടക്കുന്നത്. ഈ രണ്ടാമത്തെ ഒരു മെക്കാനിസം ഉണ്ട്, എന്താണ്? ലാറ്റൈസ് വൈബ്രേഷൻ എന്ന് പറയും. ലാറ്റൈസ് വൈബ്രേഷൻ, അതായത് ഈ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇൻസുലേറ്റേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ലാറ്റൈസ് വൈബ്രേഷൻ മൂലമാണ്. ഓക്കെ, ലാറ്റൈസ് വൈബ്രേഷൻ. സോ ഒന്ന് ഓർത്തിരുന്നോളണം, ഹീറ്റ് കണ്ടക്ഷന്റെ രണ്ട് മെക്കാനിസംസ്, ഒന്ന് ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്, രണ്ട് ലാറ്റൈസ് വൈബ്രേഷൻ. അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഈ പോയിന്റിലേക്ക് നോക്കിയേ, നമ്മൾ വേരിയേഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ദി തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. മെറ്റൽസിന്റെ അല്ലെങ്കിൽ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്സിന്റെ കേട്ടോ, ഒന്നല്ലെങ്കിൽ മെറ്റൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, സോളിഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മെറ്റൽസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കുറയും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി കുറയും. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞു ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാല് ലാറ്റൈസ് വൈബ്രേഷൻ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ലാറ്റൈസ് വൈബ്രേഷൻ, അതായത് ആ മെറ്റലിന്റെ അകത്തുള്ള ലാറ്റൈസ് വൈബ്രേറ്റ് ചെയ്യും. മെറ്റൽസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ലാറ്റൈസ് വൈബ്രേഷൻ കൂടുന്ന പോലെ ഇത് ഈ ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനെ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. മെറ്റൽസിലെ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാക്കുന്നത്. സോ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ലാറ്റൈസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. സോ ലാറ്റൈസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന മൂലം ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻ കേസ് ഓഫ് മെറ്റൽസ് or in case of solids, the thermal conductivity decreases with the increase in temperature. Very important ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ്. മെറ്റൽസിന്റെ കേസിൽ അല്ലെങ്കിൽ സോളിഡ്സിന്റെ കേസിലൊക്കെ ഈ പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് കുറയും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി കുറയും. രണ്ടാമത്തെ പോയിന്റ്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ലിക്വിഡ് ക്യാൻ ഡിക്രീസ് വിത്ത് ടെമ്പറേച്ചർ എക്സെപ്റ്റ് വാട്ടർ ആൻഡ് ഗ്ലിസറിൻ. ലിക്വിഡ്സിന്റെ കേസിലും സെയിം തന്നെയാണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. അല്ലെ? സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ലിക്വിഡ്സിന്റെ കേസിലും സോളിഡ്സിന്റെ കേസിലും സെയിം ആണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി കുറയും, എക്സെപ്റ്റ് വാട്ടർ ആൻഡ് ഗ്ലിസറിൻ. ഈ വാട്ടറിന്റെ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടറിന്റെ കേസിൽ എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന ഒരു ഫ്ലൂയിഡാ, അല്ലെ? വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ടറിന്റെ കേസിൽ സാധാരണ നോർമൽ ലിക്വിഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് തെർമൽ കണ്ടക്ടിവിറ്റി കുറയും. ഓക്കെ, എന്നാൽ വാട്ടറിന്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് ചെയ്യും. 4 ഡിഗ്രി സെൽഷ്യസ് വരെ. അതിനുശേഷം ഈ 4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിന് ഏറ്റവും മാക്സിമം ഡെൻസിറ്റി ഒക്കെ ഉള്ളത് നമുക്കറിയാം, അല്ലെ? അതിനുശേഷം എന്ത് ചെയ്യും? ഇത് ഡിക്രീസ് ചെയ്യും. വാട്ടറിന്റെ കേസ് എന്ന് പറയുന്നത്. സോ ലിക്വിഡ്സിന്റെ കേസിലാണെങ്കിൽ ജനറലി പറയുകയാണെങ്കിൽ മെറ്റൽസിന്റെ അല്ലെങ്കിൽ സോളിഡ്സിന്റെ കേസ് തന്നെയാണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ്, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. എന്നാൽ വാട്ടർ ഒരു എക്സെപ്ഷൻ ആണ് കേട്ടോ. ഇനി മൂന്നാമതാണ് നമ്മുടെ ഗ്യാസ്. ലിക്വിഡ്, അതായത് സോളിഡ്, ലിക്വിഡ് പറഞ്ഞു. ഗ്യാസിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആൻഡ് ഡിക്രീസിങ് മോളിക്കുലാർ വെയിറ്റ്. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. റിലേഷൻ ഉണ്ട് അക്കോർഡിംഗ് ടു ദി കൈനമാറ്റിക് ലോ. അതാണ് ദി തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, the thermal conductivity is directly proportional to root of T by M, where T is the temperature and M is the molecular weight. So ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, മോളിക്കുലാർ വെയിറ്റ്. അതായത് thermal conductivity in case of gases, as the temperature increases, the thermal conductivity also increases. Okay, ഞാൻ നേരെ മറ്റേ മോളിക്കുലാർ വെയിറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മോളിക്കുലാർ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ
എന്ത് ചെയ്യും? തെർമൽ കണ്ടക്ടിവിറ്റി കുറയും. സോ കെ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടി ബൈ എം ആണ്. ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, മോളിക്കുലാർ വെയിറ്റിനോട് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഗ്യാസിന്റെ കേസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ. ഇനി ഗ്യാസിന്റെ കേസിൽ എന്തുകൊണ്ടാണ് ഈ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ലാറ്റൈസ് വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യും. ഗ്യാസിന്റെ കേസിലൊക്കെ ഈ തെർമൽ കണ്ടക്ഷൻ നടക്കുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ലാറ്റൈസ് വൈബ്രേഷൻ മൂലമാണ്. ലാറ്റൈസ് വൈബ്രേഷൻ. ഓക്കെ, സോ ലാറ്റൈസ് വൈബ്രേഷൻ അവിടെ ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് അല്ല ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ തരുന്നത്. സോ ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലാറ്റൈസ് വൈബ്രേഷൻ കൂടും. ലാറ്റൈസ് വൈബ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്ത് കൂടും? നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി കൂടും. ഓക്കെ, സോ 1 minute. Now നമ്മൾ വേരിയേഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ് പറഞ്ഞത് അല്ലെ? ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം. Thermal conductivity is independent of the pressure except in extreme cases. For example, vacuum. അതായത് ഈ പ്രഷർ വേരി ചെയ്ത് കഴിഞ്ഞാൽ, പ്രഷറിന്റെ വാല്യൂ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റിന്റെ വാല്യൂ അതിന് എഫക്ട് ചെയ്യില്ല. തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പ്രഷർ. കേട്ടോ, പ്രഷർ എന്തായാലും തെർമൽ കണ്ടക്ടിവിറ്റിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകത്തില്ല. ഓക്കെ, then one more point, in case of pure metals, the electrons contribution to conduction, heat transfer dominate, while in non-conductors and semiconductors, the lattice vibration phenomenon contribution is dominant. ഞാൻ പറഞ്ഞായിരുന്നു തന്നെയാണ്. മെറ്റൽസിന്റെ കേസിലാണ് എന്താണ് ഈ പറയുന്ന ഇലക്ട്രോൺ ആണ് ഈ പറയുന്ന ഹീറ്റ് കണ്ടക്ഷന് കാരണമാകുന്നത്. എന്നാൽ നോൺ കണ്ടക്ടേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ലാറ്റൈസ് വൈബ്രേഷൻ ആണ് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിന് കാരണമാകുന്നത്. ഓക്കെ, പിന്നെ അടുത്തത്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഹയസ്റ്റ് ഇൻ സോളിഡ് ഫേസ് ആൻഡ് ലോവസ്റ്റ് ഇൻ ഗേഷ്യസ് ഫേസ്. അതായത് ഒരു സബ്സ്റ്റൻസ് അതിന്റെ സോളിഡ് ഫേസിലാണെങ്കിൽ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. അതുപോലെ അത് ഗേഷ്യസ് ഫേസിലാണെങ്കിൽ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി മിനിമം ആയിരിക്കും. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി മിനിമം ആയിരിക്കും. Then thermal conductivity of a metal is greater than its alloy. Thermal conductivity of മെറ്റലിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി അതിന്റെ അലോയിനേക്കാൾ കൂടുതലായിരിക്കും. പ്യുവർ മെറ്റലിനാണ് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ. Then the thermal conductivity of crystalline material is more than that of amorphous materials. Crystalline materialsനായിരിക്കും തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ. ഓക്കെ, സോ തെർമൽ കണ്ടക്ടിവിറ്റിനെ പറ്റി നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ സോളിഡ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി. അതായത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ഒരു മെറ്റലിന് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന് ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുക. ഈ സോളിഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ലിക്വിഡ്സിന്റെ കേസിലും സെയിം തന്നെയാണ്, പക്ഷെ വാട്ടർ ഒരു എക്സെപ്ഷണൽ കേസാണ്. എന്നാൽ ഗ്യാസസിന്റെ കേസ് ആണെങ്കിൽ ഡിഫറെന്റ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ അത് ഓർത്തിരിക്കാൻ വേണ്ടി എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ബൈ എം എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചാൽ മതി. ദെൻ നമ്മള് തെർമൽ കണ്ടക്ടിവിറ്റി പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രഷർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി തെർമൽ കണ്ടക്ടിവിറ്റി. ദെൻ പ്യുവർ മെറ്റൽസിന്റെ കേസിൽ മെക്കാനിസം എന്ന് പറയുന്നത്, പ്യുവർ മെറ്റൽസിന്റെ കേസിൽ ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാക്കുന്നത്. എന്നാൽ നോൺ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ലാറ്റിസ് വൈബ്രേഷൻ ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സോളിഡ് ഫേസിലായിരിക്കും ഒരു സബ്സ്റ്റൻസിന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള തെർമൽ കണ്ടക്ടിവിറ്റി വരിക. അതുപോലെ ഒരു പ്യുവർ മെറ്റലിനായിരിക്കും അതിന്റെ അലോയിനേക്കാൾ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുക. ക്രിസ്റ്റലൈൻ മെറ്റീരിയലിന് അമോർഫസ് മെറ്റീരിയലിനേക്കാൾ ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാകും. ഇത്രയും പോയിന്റുകൾ ഇവിടെ ഓർത്ത് വെച്ചോളൂ. വേരിയേഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ ഡിഫറെന്റ് മെറ്റീരിയൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ എല്ലാ വർഷം ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് റൈസ് ഇൻ ടെമ്പറേച്ചർ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എയർ. എന്താണ്?
With the rise in temperature, thermal conductivity of air increases, decreases, remain constant, may increase or decrease depending on the temperature. So, നമ്മൾ ഇത്ര തന്നെ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. എയറിന്റെ കേസ്, എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്യാസ് ആണ്, അല്ലെ? ഇപ്പൊ ഗ്യാസിന്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. എന്താണ്? ഇൻക്രീസ് ചെയ്യും. ഫോർ എയർ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? തെർമൽ കണ്ടക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് ദി റൈസ് ഇൻ ടെമ്പറേച്ചർ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ. ടെമ്പറേച്ചറിന്റെ വാട്ടറിന്റെ കേസിൽ തെർമൽ കണ്ടക്ടിവിറ്റിക്ക് എങ്ങനെയാണ് മാറ്റം സംഭവിക്കുക? വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓപ്ഷൻ എ ഇൻക്രീസസ്, ഓപ്ഷൻ ബി ഡിക്രീസസ്, ഓപ്ഷൻ സി റിമെയിൻസ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ ഡി മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദി ടെമ്പറേച്ചർ. സോ ഞാൻ പറഞ്ഞു, വാട്ടറിന്റെ കേസിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യും? തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും വാട്ടർ മാക്സിമം തെർമൽ കണ്ടക്ടിവിറ്റി കാണിക്കുക. ദെൻ അത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ഓപ്ഷൻ എന്താ? മേ ഇൻക്രീസ്, ഡിക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദി ടെമ്പറേച്ചർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ വാട്ടർ ഏത് ടെമ്പറേച്ചറിലാണ് മാക്സിമം തെർമൽ കണ്ടക്ടിവിറ്റി തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസ്, കേട്ടോ. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കണ്ടക്ഷൻ എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദി ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ ത്രൂ എ തിക് സ്ഫിയർ ഈസ് ഗിവൺ ബൈ. ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കണ്ടക്ഷൻ ബൈ കണ്ടക്ഷൻ ത്രൂ എ തിക് സ്ഫിയർ ഈസ് ഗിവൺ ബൈ. സ്ഫിയറിന്റെ കേസിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എന്താണ്? നോക്കിയാൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 2π × k × R1 R2 × T1 - T2 by R2 - R1. ഓപ്ഷൻ ബി Q is equal to 4π × k × R1 R2 × T1 - T2 by R2 - R1. ഓപ്ഷൻ സി Q is equal to 6π × k × R1 R2 × T1 - T2 by R2 - R1. ഓപ്ഷൻ ഡി Q is equal to 8π × k × R1 R2 × T1 - T2 by R2 - R1. സോ ഇതിൽ ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? സോ സ്ഫിയറിന്റെ കേസിൽ 4π ആണല്ലോ വരുന്നത്. 4π നമുക്ക് ആ 4π എന്ന് പറയുന്ന ഫസ്റ്റ് ലെറ്റർ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ. സോ കണ്ടക്ഷൻ ത്രൂ എ പ്ലെയിൻ വാൾ. പ്ലെയിൻ വാളിക്കുള്ള കണ്ടക്ഷന്റെ ഇക്വേഷൻ എന്താ? അത് ഫോറിയർ ലോ ആണ് വരുന്നത്. നമ്മൾ പഠിച്ചതാണ്. Q is equal to -k × A × dt by dx ആണ്, അല്ലെ? -k × A × dt by dx. ഇനി ഒരു സിലിണ്ടർ ആണെങ്കിൽ തെർമൽ കണ്ടക്ഷന്റെ ഇക്വേഷൻ എന്താണ്? 2π × k × L × T1 - T2 by ln R2 by R1 ആണ്. കാണാൻ പഠിച്ചോളാം. ഓക്കെ, 2π × k × L × T1 - T2 by ln R2 by R1. അല്ലെങ്കിൽ സിലിണ്ടറിന്റെ കേസിലുള്ള തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതെന്തായിരിക്കും? അപ്പൊ തെർമൽ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനൊന്ന് മോഡിഫൈ ചെയ്യണം. എന്താ? T1 - T2 ന്യൂമറേറ്ററിൽ വരണം, ടെമ്പറേച്ചർ ഡിഫറൻസ്. ബാക്കിയെല്ലാം താഴെ വരണം. ln R2 by R1 ഡിവൈഡഡ് ബൈ 2π KL. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചാണ്, അല്ലെ? സോ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെക്കാം. ഇങ്ങനെയാണ് സാധാരണ നമ്മൾക്ക് പഠിച്ചു വെക്കാറ്. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ സിലിണ്ടർ ഓഫർ ചെയ്യുന്ന തെർമൽ റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. സോ T1 - T2 by ln R2 by R1 ഡിവൈഡഡ് ബൈ 2π KL. ഇവിടെ K എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സിലിണ്ടർ മെറ്റീരിയൽ ആണ്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി സിലിണ്ടർ ആണ്. T1 T2 എന്ന് പറയുന്നത് രണ്ട് ടെമ്പറേച്ചർ ആണ്. R1 R2 എന്ന് പറയുന്നത് ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയസ് ഓഫ് സിലിണ്ടർ. സോ കണ്ടക്ഷൻ ത്രൂ സിലിണ്ടറിന്റെ ഇക്വേഷൻ ആണിത്. ഈ മൂന്നാമതൊരു ഇക്വേഷൻ കൂടെ പഠിക്കാൻ നമുക്ക് കണ്ടക്ഷൻ ത്രൂ എ സ്ഫിയർ. കണ്ടക്ഷൻ ത്രൂ എ സ്ഫിയർ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? 4π k × T1 - T2 ഡിവൈഡഡ് ബൈ 1 / R1 - 1 / R2, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാറ്? മൂന്നല്ല ഇങ്ങനെ എഴുതണം. Q is equal to തെർമൽ റെസിസ്റ്റൻസിന്റെ രൂപത്തിൽ എഴുതുവാണെങ്കിൽ T1 - T2 ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 / R1 - 1 / R2. ഇതിന്റെ താഴെ 4π k എന്ന് എഴുതണം, അല്ലെങ്കിൽ 1 / 4π k എന്ന് എഴുതണം. ഇതാണെന്ത്? നമ്മുടെ സ്ഫിയറിന്റെ കേസിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സ്ഫിയറിന്റെ കേസിലുള്ള ഇക്വേഷൻ. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? വേറെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് 1 / R1 - 1 / R2 എന്നുള്ള ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. R1 R2 എന്ന് വരും, അല്ലെ? നമുക്ക് അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തത് ഈ രൂപത്തിലേക്ക് എഴുതാൻ പറ്റുന്നതാണ്, അല്ലെ? ഇങ്ങനെയാണെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ പഠിച്ചു വെച്ചുള്ള ഇക്വേഷൻ ചോദിക്കാം.
ക്വസ്റ്റ്യൻ തമ്മിൽ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അതാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് തെർമൽ ഡിഫ്യൂസിവിറ്റി. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്താണ് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് തെർമൽ ഡിഫ്യൂസിവിറ്റി? ഈസ് എ ഓപ്ഷൻ എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ്, ഓപ്ഷൻ സി ഡയമെൻഷണൽ പാരാമീറ്റർ, ഓപ്ഷൻ ബി ഓൾ ഓഫ് ദീസ്. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്താണ്? തെർമൽ ഡിഫ്യൂസിവിറ്റി ഓഡിയോ ഒന്ന് കട്ട് ചെയ്തടാ. ഇപ്പൊ കേറിയ ആളൊന്ന് ഓഡിയോ കട്ട് ചെയ്തേ. Thermal diffusivity is a measure of how quickly heat propagates through a material. എന്താണ് അതിന്റെ ഒരു ഡെഫിനേഷൻ ആയിരിക്കുന്നത്? എന്താ, എത്ര ക്വിക്കായിട്ടാണ് ഹീറ്റ് ഒരു മെറ്റീരിയൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ തെർമൽ ഡിഫ്യൂസിവിറ്റിയുടെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റീരിയൽ കൂടെ പെട്ടെന്ന് ഹീറ്റ് അങ്ങോട്ട് കയറി പോവുകയാണെങ്കിൽ അതിന് ഹയർ തെർമൽ ഡിഫ്യൂസിവിറ്റി ഉണ്ടെന്ന് മീൻ ചെയ്യാം. പേര് തന്നെയുണ്ട് ഡിഫ്യൂസിവിറ്റി, തെർമൽ ഡിഫ്യൂസിവിറ്റി. ഹീറ്റ് എന്തുമാത്രം ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഇക്വേഷൻ എന്താ? അത് നമ്മൾ ആൽഫ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തെർമൽ ഡിഫ്യൂസിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് നമ്മൾ ആൽഫ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു കെ ബൈ റോ സി പി. വെരി 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 ഇമ്പോർട്ടന്റ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഈ ഇറിഗേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ കെ ബൈ റോ സി പി ആണ്. ഓക്കെ, ഇവിടുന്ന് ചോദിക്കുന്നത് ഇതിന്റെ യൂണിറ്റ് എന്താന്നുള്ളതാണ്. ഇതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഈ യൂണിറ്റ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പരിചയമുണ്ടോ നിങ്ങൾക്ക്? ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ സെയിം യൂണിറ്റാ അല്ലെ? കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റും മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാ അല്ലെ? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ എന്താ, സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലെ? അതും കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റാ. ഈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വിളിക്കുന്ന മറ്റു പേരാണെന്ത്? സ്റ്റോക്ക്. സ്റ്റോക്ക് അല്ലെ? സ്റ്റോക്ക്. ഇതൊക്കെ നമ്മള് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധാ വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി യൂണിറ്റ് എന്താ? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഈ ആൽഫ തെർമൽ ഡിഫ്യൂസിവിറ്റിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. എന്താണ് തെർമൽ ഡിഫ്യൂസിവിറ്റിന്റെ യൂണിറ്റ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. കെ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ആണ്. അതിന്റെ യൂണിറ്റ് എന്താ? വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണ്. റോ ഡെൻസിറ്റി ആണ്. സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, സോ ഇതാണ് ആൽഫ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് യൂണിറ്റ് ഒക്കെ ഉണ്ട്. യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് മനസ്സിലാക്കാം, ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ല. ഓപ്ഷനിലേക്ക് പോയി ഓക്കെ. സോ ഡയമെൻഷൻലെസ് പാരാമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാ. ഓൾ ഓഫ് ദീസ് അപ്പൊ എന്തായാലും തെറ്റാന്ന് മനസ്സിലായില്ലേ? ഇതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ശരിയാണോ? അല്ല. അതിന്റെ ഇക്വേഷനിൽ നമ്മൾ ടെമ്പറേച്ചറിന്റെ ടൈം കണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ആൽഫ നമ്മൾ കെ ബൈ റോ സി പി എന്നാണ് വിളിക്കുന്നത്. കെ ബൈ റോ സി. ഓക്കെ, സോ തെർമൽ ഡിഫ്യൂസിവിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദി ക്രിട്ടിക്കൽ റേഡിയസ് ഈസ് ദി ഇൻസുലേഷൻ റേഡിയസ് അറ്റ് വിച്ച് ദി റെസിസ്റ്റൻസ് ടു ഹീറ്റ് ഫ്ലോ. ഇത് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? The critical radius is the insulation radius at which the resistance to heat flow. So, എന്താണ് നമ്മുടെ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്? എന്താ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് ഹീറ്റ് ഫ്ലോ മാക്സിമം ആവുന്ന പോയിന്റാ. ഹീറ്റ് ഫ്ലോ മാക്സിമം അല്ലെ? ഏത് റേഡിയസിലാണോ ഹീറ്റ് ഫ്ലോ മാക്സിമം ആവുന്നത് ആ പോയിന്റ് ആണ് ക്രിട്ടിക്കൽ റേഡിയസ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് ടു ഹീറ്റ് ഫ്ലോയാ. ഹീറ്റ് ഫ്ലോ അല്ല, റെസിസ്റ്റൻസ് ടു ഹീറ്റ് ഫ്ലോ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അറിയാമോ? റെസിസ്റ്റൻസ് ടു ഹീറ്റ് ഫ്ലോ ഈസ് മിനിമം അല്ലെ? ഹീറ്റ് ഫ്ലോ മാക്സിമം ആവുന്ന ആ പോയിന്റ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ഹീറ്റ് ഫ്ലോ മിനിമം ആവുന്ന പോയിന്റ്. ഇനി എന്താണ് ക്രിട്ടിക്കൽ റേഡിയസ് കൊണ്ട് മീൻ ചെയ്യുന്നത്? സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു സോൾഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു വയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഒരു വയർ. ഓക്കെ, അപ്പൊ അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? സർഫസ് ഏരിയ. ഇത്രയും സർഫസ് ഏരിയ ഉണ്ട് ഇതിന്. ഓക്കെ, സപ്പോസ് നമ്മളൊരു എക്സ്ട്രാ ലെയർ ഓഫ് ഇൻസുലേഷൻ ഇവിടെ കൊടുക്കുകയാണ്. നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുന്നത് എന്തിനാണ്?
ഇവിടെ ലോസും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ഹീറ്റ് ലോസ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻസുലേഷൻ കൊടുക്കും അല്ലെ. ഒരു ഇൻസുലേഷൻ നമ്മളിവിടെ കൊടുക്കാന്ന് വിചാരിക്കാം. ഇപ്പൊ ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് കൊടുക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ. ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഇൻസുലേഷൻ കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ സംടൈംസ് ഇൻ ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ചില സമയത്ത് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അത് എന്തുകൊണ്ടാന്ന് അറിയാമോ? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ലെയർ ഓഫ് ഇൻസുലേഷൻ കൊടുക്കുവാണ് അല്ലെ. അപ്പൊ എക്സ്ട്രാ ലെയർ ഓഫ് ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ടക്ഷൻ റെസിസ്റ്റൻസ്, ഇത് കൂടെ കണ്ടക്ട് ചെയ്ത് പോകാനുള്ള റെസിസ്റ്റൻസ് കൂടും അല്ലെ. എക്സ്ട്രാ ലെയർ ഓഫ് തിക്നെസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്ട്രാ ലെയർ ഓഫ് ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻസുലേഷൻ എന്ത് ഇൻക്രീസ് ചെയ്യും, കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിനോടൊപ്പം തന്നെ കണ്ടക്ഷൻ പറയുമ്പോൾ ഇവിടെ കൺവെക്ഷൻ നടക്കുന്നുണ്ട്. ഈ പറയുന്ന സർഫസിൽ നിന്ന്, ഈ പറയുന്ന ഇൻസുലേഷന്റെ ഔട്ടർ സർഫസിൽ നിന്ന് പുറത്തേക്ക് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻസുലേഷൻ ലെയർ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഔട്ടർ സർഫസ് ഏരിയ കൂടി അല്ലെ, സർഫസ് ഏരിയ കൂടി. സോ സർഫസ് ഏരിയ, ഔട്ടർ സർഫസ് ഏരിയ കൂടി കഴിഞ്ഞാൽ കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൺവെക്ഷൻ റെസിസ്റ്റൻസ് കുറയും. അതായത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആവും. ഓക്കെ, റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടക്ഷൻ റെസിസ്റ്റൻസ്, എക്സ്ട്രാ ലെയർ ഓഫ് ഇൻസുലേഷൻ വിൽ ഇൻക്രീസ് ദി കണ്ടക്ഷൻ റെസിസ്റ്റൻസ് അല്ലെ, ആൻഡ് വിൽ ഡിക്രീസ് ദി കൺവെക്ഷൻ റെസിസ്റ്റൻസ്. ഇങ്ങനെ രണ്ട് ഫിനോമിന നടക്കുന്നതുകൊണ്ട് സംടൈംസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസസ്. അതായത് അപ്പോൺ ഇൻക്രീസിങ് ദി ഇൻസുലേഷൻ തിക്നെസ്, സംടൈംസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസസ്. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ റേഡിയസ് വരെ ഈ തിക്നെസ് നമ്മൾ കൂട്ടി ഒരു പർട്ടിക്കുലർ റേഡിയസ് വരെ, അപ്പോൾ ഈ റേഡിയസ് വരെ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ കൂടിയെന്ന് വിചാരിക്കാം. സോ ഏത് റേഡിയസ് വരെയാണോ ഹീറ്റ് ട്രാൻസ്ഫർ കൂടിയത്, ആ റേഡിയസിനെ വിളിക്കുന്നവരാണ് എന്ത്, ക്രിട്ടിക്കൽ റേഡിയസ്. ഏത് റേഡിയസ് വരെയാണോ ഹീറ്റ് ട്രാൻസ്ഫർ കൂടിയത്, ആ റേഡിയസ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് വിളിക്കും. സോ ക്രിട്ടിക്കൽ റേഡിയസിന്റെ പ്രത്യേകത എന്താണ്, ക്രിട്ടിക്കൽ റേഡിയസിൽ വെച്ചിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആയിരിക്കും, റെസിസ്റ്റൻസ് ടു ഹീറ്റ് ഫ്ലോ എന്തായിരിക്കും, മിനിമം ആയിരിക്കും. ടോട്ടൽ റെസിസ്റ്റൻസ് ടു ഹീറ്റ് ഫ്ലോ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ റെസിസ്റ്റൻസ് പ്ലസ് കൺവെക്ഷൻ റെസിസ്റ്റൻസ് ആണ്. സോ ഇത് മിനിമം ആയിരിക്കും. അപ്പൊ അതാണ് എന്ത്, ക്രിട്ടിക്കൽ റേഡിയസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് വായിച്ചു നോക്കിയേ. When the total resistance is made of the conductive thermal resistance and the convective thermal resistance, the addition of insulation in some cases may reduce the convective thermal resistance due to increase in surface area. എന്താ പറഞ്ഞിരിക്കുന്നത്, അഡീഷൻ ഓഫ് ഇൻസുലേഷൻ ചില കേസിൽ എന്ത് ചെയ്യും, കൺവെക്റ്റീവ് തെർമൽ റെസിസ്റ്റൻസ് കുറയ്ക്കും. കാരണം എന്താണ്, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ആസ് ഇൻ ദി കേസ് ഓഫ് സിലിണ്ടർ ആൻഡ് സ്ഫിയർ ആൻഡ് ദി ടോട്ടൽ, അതായത് സിലിണ്ടറിന്റെ സ്ഫിയറിന്റെ കേസിലാണ് നമുക്ക് കാണാൻ പറ്റുക, ദി ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് മേ ആക്ച്വലി ഡിക്രീസ് റിസൾട്ടിങ് ഇൻ ഇൻക്രീസ്ഡ് ഹീറ്റ് ഫ്ലോ. അതായത് നമ്മൾ എക്സ്ട്രാ ഒരു ലെയർ ഓഫ് ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് കുറയാനും ഹീറ്റ് ഫ്ലോ കൂടാനും കാരണമാകും. ഓക്കെ, ഈ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്, ദി തിക്നെസ് അപ് ടു വിച്ച് ഹീറ്റ് ഫ്ലോ ഇൻക്രീസസ് and after which heat flow decreases is termed as critical thickness. അതായത് ഏത് പോയിന്റ് വരെയാണോ ഹീറ്റ് ഫ്ലോ കൂടുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. സോ നോക്കിയാൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ വേഴ്സസ് റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ, ഹീറ്റ് ട്രാൻസ്ഫർ വേഴ്സസ് റേഡിയസ് ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനീഷ്യലി ഹീറ്റ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, ഒരു മാക്സിമം പോയിന്റ് എത്തും, ദെൻ ഡിക്രീസ് ചെയ്യും അല്ലെ. ദെൻ ഈ പോയിന്റിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രിട്ടിക്കൽ റേഡിയസ്. ഓക്കെ, സോ ക്രിട്ടിക്കൽ റേഡിയസും ഇന്നർ റേഡിയസും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് എന്ത്, ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത് കേട്ടോ. ക്രിട്ടിക്കൽ തിക്നെസ് നമുക്ക് സ്ഫിയറിന്റെയും സിലിണ്ടറിന്റെയും കേസിലുള്ള ക്രിട്ടിക്കൽ തിക്നെസ്, ക്രിട്ടിക്കൽ റേഡിയസിന്റെ വാല്യൂ കണ്ടുപിടിച്ചോണം ചോദിക്കും. സോ ഒരു സിലിണ്ടറിന്റെ കേസിലാണെങ്കിൽ
സിലിണ്ടറിന്റെ കേസിലുള്ള ക്രിട്ടിക്കൽ റേഡിയസിന്റെ വാല്യൂ ആർ സി എന്ന് പറയുന്നത് ആർ ക്രിട്ടിക്കൽ ഇൻ കേസ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടില്ലായിരിക്കുന്നത്. സോ കെ ബൈ എച്ച് ഓക്കെ, കെ ബൈ എച്ച്. ഇനി ഒരു സിലിണ്ടർ മാറിയിട്ട് നമ്മുടെ ഒരു സ്ഫിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്ഫിയറിന്റെ കേസിലാണെങ്കിൽ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത് സ്ഫിയർ ഒരു ഉണ്ടച്ചായിരിക്കുന്നത് അല്ലെ. സോ നമുക്ക് 2k/h. ഇതെന്തുകൊണ്ട് ഞാൻ അവിടെ ഒരു സിലിണ്ടറും ഇവിടെ ഒരു സ്ഫിയറും വരച്ചത് മനസ്സിലായോ? ഓക്കെ, ഒരു 2 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു സിലിണ്ടറിന്റെ അകത്തിന് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും, സിലിണ്ടറിന്റെ അകത്തായിട്ട് എഴുതാൻ പറ്റും. സിലിണ്ടർ ഇവിടെ 2 ഉള്ളതുകൊണ്ട് നമുക്കൊരു സ്ഫിയറിന്റെ അകത്താണ് ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞുള്ളൂ. സോ k/h 2k/h. ഇങ്ങനെ k/h ഒരു സിലിണ്ടർ ആണെന്ന് ഓർത്തിരിക്കുക, 2k/h ഒരു സ്ഫിയർ ആണെന്ന് ഓർത്തിരിക്കുക. ഉണ്ടോ, ഒരു സ്ഫിയർ ഒരു സിലിണ്ടർ അല്ലേ. അങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അത് മറന്നുപോകില്ല, അല്ലെങ്കിൽ അത് മറന്നുപോകും കേട്ടോ. ഒരു പഠിക്കാൻ വേണ്ടി എളുപ്പവഴി പറഞ്ഞെന്നുള്ളൂ.